ഇന്ന് കുഞ്ചുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒന്ന് ഗ്രൂമിങ്ങിന് കൊണ്ടുപോകാൻ വിചാരിച്ചു. ഗ്രൂമിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് ഡ്രസ്സ് ചെയ്യിപ്പിക്കണം, ബിരിയാണി ഉണ്ടാക്കണം, അങ്ങനെ കുറേ പണികളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഞ്ചുവിനും ഒരു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം. മേഡത്തിന് പക്ഷേ വെറുതെ കൊടുത്താൽ പോരാ, ഉരുട്ടി കൊടുക്കണം. പാവം അതിൻ്റെ ബിരിയാണി പറയണത് കുറച്ച് ചോറും ഫിഷും ഉപ്പും മുളകും ഒന്നും ഇല്ലാത്തൊരു ബിരിയാണി. കുഞ്ചുമ്മയ്ക്ക് എന്തായാലും നല്ല ഇഷ്ടമായി ഫിഷ് ബിരിയാണി, സുഖമായി കഴിക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഡ്രസ്സ് ചെയ്യിപ്പിക്കാൻ. ഇതാണ് ബർത്ത്ഡേയുടെ ഫുൾ സെറ്റ്. ഒരു ക്രൗൺ ഉണ്ട്, ഒരു ബോ ഉണ്ട്, ഒരു സ്കാർഫ് ഉണ്ട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞത്. ഇത് സ്കേർട്ട്. ഇതിലേതൊക്കെ ഇടാൻ സമ്മതിക്കുമെന്ന് അറിയില്ല, എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് കുഞ്ചുവിൻ്റെ കസിൻ സിസ്റ്റർ റോക്സി. രണ്ടുപേരും കളിയോട് കളിയായി. റോക്സി ക്ഷീണിച്ചിരിക്കുകയാണ് ഇവിടെ. കുഞ്ചു ഡ്രസ്സ് ചെയ്യാൻ സമ്മതിക്കാതെ റോക്സിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. സ്കേർട്ട് ഇടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര നേരം ഇടാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും ഒന്ന് നോക്കട്ടെ. കുഞ്ചു സ്കേർട്ട് അഴിക്കാൻ നോക്കുക, കൂടെ റോക്സി ഹെൽപ്പ് ചെയ്യുകയാണ് സ്കേർട്ട് അഴിക്കാൻ വേണ്ടിയിട്ട്. കുഞ്ചും റോക്സിയും കൂടെ കുഞ്ചുവിൻ്റെ സ്കേർട്ട് അഴിക്കാൻ നോക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ മറ്റേ ക്രൗൺ വെക്കാൻ നോക്കണു, മറ്റേ സ്കാർഫ് കെട്ടാൻ നോക്കണു, എല്ലാം കൂടി ശ്രമിക്കുന്നുണ്ട്. കുഞ്ചു എല്ലാ വിധത്തിലും സ്കേർട്ട് അഴിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി കുഞ്ചു സമ്മതിച്ചു ക്രൗണും ബോവൊക്കെ ഇടാൻ. അങ്ങനെ ഇതാണ് ഫൈനൽ രൂപം. കുഞ്ചും റോക്സിയും പിന്നെ 5 പിള്ളേരും ഇവരുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ എല്ലാവരും കൂടെ കളിയോട് കളിയായിരുന്നു. ശരിക്കും കുഞ്ചുവിൻ്റെ ബർത്ത്ഡേ ഹാപ്പി ആക്കി. അങ്ങനെ ബർത്ത്ഡേ ടൈമായി. കുഞ്ചു കേക്ക് മുറിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. You're my sunshine, my dear friend. You're my sweetheart, my love. Happy birthday, my best friend. Happy birthday to you. Happy birthday to you. Happy birthday to you. You're my sunshine, my dear friend. You're my sweetheart, my love. Happy birthday, my best friend. എല്ലാവരും പോയ വിഷമത്തിൽ അപ്പം കയറി കടന്നതാ. വൈകുന്നേരം വരെ ഈ കടപ്പായിരുന്നു. ഉറക്കം തന്നെ ഉറക്കം. അത്രയ്ക്ക് ട്രീറ്റ് കഴിച്ച് വയറ് നിറച്ചിട്ടുണ്ട്. അങ്ങനെ കുഞ്ചുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞു. പക്ഷെ കുഞ്ചുവിൻ്റെ ക്ഷീണം ഇനിയും മാറിയിട്ടില്ല.